2 ദിവസമായിട്ട് ട്രെയിനിൽ തന്നെ കേട്ടാ. ബാത്റൂമൊക്കെ പറയാണ്ടല്ലോ, അത്ര തുപ്പി തുപ്പി നാറ്റിച്ചിട്ടേക്കുന്നു. എപ്പോഴും സ്വർണ്ണം ഉണ്ടാവും ബാത്റൂമിൽ. പിന്നെ നോക്കിയാൽ അത് ഇന്നലെ കയറിയതാണ്, ഇന്നാണ് നമ്മൾ ഇവിടെ എത്തിയേക്കണം. സാധനം കണ്ട കാട്ടിച്ചെടി. അടുത്ത സ്റ്റോപ്പാണ് ജമ്മു താവി എന്ന് പറയണം. അപ്പോൾ അവിടെ പോയിട്ട് ഇറങ്ങണം. ഒറ്റ ദിവസം ഒന്നും പറഞ്ഞ ട്രെയിൻ കയറിയതാണ്. ഇപ്പോൾ 1.5 ദിവസം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാശ്മീർ ജമ്മു താവി അടുത്ത നെക്സ്റ്റ് സ്റ്റോപ്പാണ്. ഇപ്പം എന്താണെന്ന് അറിയാൻ പാടില്ല, ബ്ലോക്കായി കിടക്കണം. കുറേ നേരമായിട്ട് ബ്ലോക്ക് തന്നെയാണ്. പിന്നെ ജനറൽ യാത്ര എൻ്റെ പൊന്നെ ഒരു നരകം തന്നെയാണെന്ന് പറയാട്ടാ. അത്രയ്ക്കും പ്രശ്നമാണ് ഇവിടെ. പിന്നെ വന്ന വഴിയിലൊക്കെ അടിപൊളി കാഴ്ച ഉണ്ടായിരുന്നു. ഈ 10 പീപ്പിൾസ് കാരണം നമുക്കതൊന്നും മര്യാദ കാണാൻ പറ്റില്ല. വെച്ചെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര അലമ്പാണ്. പിന്നെ നമുക്കൊന്നും മനസ്സിലാകാത്ത ഒന്നും ഉണ്ടാറില്ല. ഏത് ഇന്നലെ കയറാനെന്ന് വെച്ചാൽ ട്രെയിൻ നമുക്ക് മിസ്സായി. അത് എനിക്ക് ട്രെയിൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറേ പൊട്ടത്തരങ്ങൾ അതുവഴി പറ്റിയിട്ടുണ്ട്. പിന്നെ കിട്ടിയ ട്രെയിനിൽ പോകുന്നതാണ്. അതിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വപ്ന സ്ഥലമായ ജമ്മുവിലെത്തിയേക്കണേ. നമുക്ക് കാശ്മീരിലോട്ടും കൂടി എത്താനുണ്ട്. ഇതാണ് നമ്മ വന്ന ട്രെയിൻ. ഇതിപ്പോൾ കുറച്ച് കൂടി പോവും. നമുക്കിനി എന്തായാലും ഇതിൻ്റെ സിറ്റിയിലോട്ടൊന്ന് പോയി നോക്കാം. ജമ്മുവിൽ നിന്ന് നമുക്ക് കാശ്മീരിലേക്ക് ഇവിടുന്ന് 10 കിലോമീറ്റർ എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് അതിന് മുമ്പ് നമുക്ക് സിം എടുക്കണം. ഒരെണ്ണം എടുക്കണം. ഇവിടെ ഞാൻ കൊണ്ടുവന്ന ഇതിൽ ഞാൻ കൊണ്ടുവന്ന ഫോണിൻ്റെ സിമ്മ് വർക്കാണുള്ള. അപ്പോൾ ഒരെണ്ണം പോയിട്ട് പുതിയത് എടുക്കണം. ഫസ്റ്റ് ഇതിൻ്റെ പുറത്തോട്ട് എങ്ങനെ കിടക്കുമെന്നാണ് ഒരു പിടുത്തമില്ലാത്തത്. കുറേ നേരം ഞാൻ ഇവിടെ കിടന്നൊക്കെ ഇറങ്ങണം. കിട്ടി മക്കളെ, കിട്ടി. കുറേ നേരത്തെ പരിശ്രമത്തിന് ശ്രമം നമുക്ക് എക്സിറ്റ് കിട്ടി. എക്സിറ്റ് റാമ്പ. ഇതാണോ? ഇനി ഇവിടെ നിന്ന് പുറത്തു പോയിട്ട് നമുക്ക് ഒരു സിം എടുക്കണം. സിം എടുക്കുമ്പോൾ പിന്നെ എന്നെ എത്ര രൂപ പറ്റിക്കുമെന്ന് എനിക്ക് ദൈവത്തിന് 4000 രൂപയെ വെച്ചിട്ട് നമ്മളിപ്പോൾ ജമ്മുവിൽ വന്നേക്കണത്. റൂം എടുക്കണം, കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ പൈസ എന്തോരം പൊട്ടു എന്തൊക്കെയാവും എനിക്കൊരു പൊടുത്തില്ല. നമുക്ക് എന്തായാലും പുറത്തോട്ട് ഇറങ്ങി നോക്കാം. ഫുഡ് അടിക്കണം ഫസ്റ്റ് ടൈം ആദ്യം തന്നെ. ഇവിടുത്തെ ആക്കാനൊക്കെയാണെങ്കിൽ ഒരുമാതിരി മറ്റേ തൊപ്പിയൊക്കെ വെച്ചിട്ട് സീന്ന് ഓട്ടോ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ടിട്ട് പേടിയാവുന്നു. മെഡിക്കൽ എന്ന് പറഞ്ഞാൽ വള്ളി പരിപാടിയാണ് കേട്ടോ. വണ്ടാറം ഒരുമാതിരി നല്ല വള്ളി പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ATM കോപ്പും ഗൂഗിൾ പേ ഒരു ബാങ്കൊക്കെ ഡാമേജ് ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ ജമ്മു റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇവിടെ മൊത്തം തോക്കും പണ്ടാറല്ല. ഭയങ്കര സെറ്റപ്പാണ് ഇവിടെ എപ്പോഴാണ് ഇടങ്ങിയേറി വരാൻ നിൽക്കണം. അങ്ങനത്തെ ഒരു പ്ലേസാണ്. ജമ്മുന്ന് കാശ്മീരിലേക്ക് 255 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് ഒരു പുറത്തുനിന്നൊരു ഓട്ടോ വിളിച്ചിട്ട്, ചെറിയൊരു കാനം പോലത്തെ വണ്ടി വിളിച്ചിട്ട് വേറൊരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ നിന്ന് പോകണം കാശ്മീരിലോട്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇത് നമ്മൾ നൈസായിട്ട് ഒരു ഫുഡ് അടിക്കാൻ വന്നേക്കാണ്. എന്താവുന്നതെന്ന് അറിയാൻ പാടില്ല. എപ്പോഴും ഫുഡ് അടി പണിയായിരിക്കും കേരളം വിട്ടാൽ. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഞാനൊരു ഫ്രൈഡ് റൈസ് പറഞ്ഞേ. ഇരിക്കുമെന്ന് പറഞ്ഞു. കുറേ നേരമായിട്ട് ഇരുന്നോണ്ടിരിക്കണം. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഉള്ളതാണ്. ഫ്രൈഡ് റൈസ് ഒന്ന് കട്ടുപ്പ്. ഇവന്മാർക്ക് കരിഞ്ഞ ഒരു സാധനം. ഇവന്മാർക്ക് പറഞ്ഞെന്താണെന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ഇങ്ങനെയാണ്. പൈസ പോയി രാവിലെ തന്നെ. ഉപ്പ് കൂടുതലാണെന്ന് ഉറപ്പ്. എനിക്ക് കുറച്ച് മറ്റേ സള്ളാസ്. പക്ഷേ ഈ സാധനം കഴിക്കാൻ പറ്റണല്ലോ. കഴിച്ച് എങ്ങനെയെങ്കിലും കഴിക്കാൻ പറ്റില്ല. ഞാൻ കഴിച്ചാൽ ഇതൊട്ടും കഴിക്കാൻ പറ്റണല്ലോ. എന്തായാലും ഇവിടെ വന്നിട്ട് ഫസ്റ്റ് അനുഭവം കൊള്ളാം. കരിഞ്ഞത് ഉപ്പ് കൂടിയതായ സാധനം. ഞാൻ പുള്ളിനോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. ഇതാണ് കട.
വായ വെറുതെ ഷോ പോയി ഈ സാധനം കഴിച്ചിട്ട്. ഞാൻ അവിടെ ചെന്നിട്ട് വല്ല ചപ്പാത്തി വല്ലതും മേടിച്ച് തിന്നണം. 2 ചപ്പാത്തി മേടിച്ച് തിന്നാൽ മതി രാവിലെ. നമ്മൾ ഈ ജമ്മുവിൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിം ഒരെണ്ണെടുത്ത് ചാർജ് ചെയ്യുക. അത് ഈ കാണുന്ന ബിൽഡിങ്ങിൽ 2 കടയൊക്കെ ഉണ്ട് സിം ചാർജ് ചെയ്യണം. അല്ലാണ്ട് ഇവിടെ ചെയ്യണവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് സിം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ സിം ചാർജ് ചെയ്തത് 1.5 GB ഡാറ്റയുടെ ആയിരുന്നു. അത് പടയെന്നും പറഞ്ഞ് തീർന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തില്ല. ഇനി കണ്ടവൻ്റെ പൈസ തിണ്ടി കിടക്കേണ്ടി വരും. പാട് ഇവിടെ പുല്ല് പോലെ പിടിക്കുന്ന ചെടിയൊക്കെ നോക്കി എന്താ ആർക്കും വേണ്ടാണെങ്കിൽ ചവർ പോലെ പിടിച്ചെടുക്കുന്നു. എന്താ അല്ലേ. ഇനി നമ്മൾ ഇവിടെ നിന്ന് കാശ്മീർ പോകണമെങ്കിൽ കുറച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കണുണ്ട്. ഒന്നല്ലെങ്കിൽ ബസ്സിന് പോകണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കാർ എടുക്കണം. പ്രൈസ് ചോദിച്ചിട്ട് വേണം നമ്മൾ അങ്ങാടേക്ക് നോക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഇടയ്ക്കാണ് ഈ നെറ്റ് തീർന്ന ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ് ഇപ്പം. എന്ത് ചെയ്യുമെന്നൊരു പിടുത്തമില്ല. നോക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി കാണുമല്ലോ. ഇവിടെ തന്നെ ഇഷ്ടം പോലെ വണ്ടികൾ, ടാക്സി വണ്ടികളും ബസ്സും എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്കറിയാൻ പാടില്ല. അതാണ് പ്രശ്നം. ആ സ്റ്റോപ്പ് ഏതാണ്, ഏത് വഴിയാണ്, അതൊന്നും നമുക്കറിയാൻ പാടില്ല. അത് നോക്കണമെങ്കിൽ ഇൻ്റർനെറ്റ് വേണം. അത് നമ്മുടെ കയ്യിലില്ല. ഈ വഴിയും വരാട്ടാ. ഇതും റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ്. 2 വഴിയുണ്ട് ഇവിടുന്ന്. ഞാൻ ഇത്ര നേരോട് നിന്നിട്ട് ആരോടും ചോദിച്ചിട്ട് പലരും പലതാണ്ടാണ്. ഏതാണ് പൈസ ലാഭമൊന്നും എനിക്കറിയാമല്ലോ. ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഞാൻ മിനി ബസ്സിൽ ഈ ബസ് സ്റ്റാൻഡിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചേക്കണേന്. ഇവിടെ കിടപ്പുണ്ട് എന്തായാലും. പിന്നെ പുറത്ത് ഇഷ്ടം പോലെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ. നമ്മൾ ഇവിടെ ഈ ബസ് സ്റ്റേഷൻ വരെ പോകാനായിട്ട് നിൽക്കണേനിപ്പോൾ. എത്ര രൂപ കയ്യിൽ നിന്ന് പോകുന്നൊന്നും എനിക്ക് വലിയ പിടുത്തില്ല. എന്തായാലും 500 രൂപയ്ക്ക് മേലാവും തോന്നണം. ബസ് സ്റ്റാൻഡിലോട്ട് പോകണ വഴിയുണ്ടല്ലേ. സീസൺ അല്ലാത്തതുകൊണ്ട് വലിയ വിഷയം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. മിലിറ്ററി വണ്ടികൾ തലങ്ങുമ്മിലങ്ങോടൊക്കെ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ മിലിറ്ററി വണ്ടികൾ അങ്ങാടും പോകുന്നത്. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ഭാഗമൊന്നുമില്ല കേട്ടോ. മിക്സാണ് ഇവിടെ എല്ലാ ബസ്സിലും. വന്നപ്പോൾ തന്നെ ഒരു ഇടിയുണ്ട് എന്തായാലും ബസ് സ്റ്റാൻഡിൽ. റോഡും കാര്യങ്ങളൊക്കെ ക്ലീനാണ് ഇവിടെ. അപ്പോൾ ഇതാണ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. 20 രൂപയാണ് നമ്മുടെ ജമ്മുന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ളത്. ഇനി ഇവിടെ നിന്ന് ബസ് എടുക്കണം, അല്ലെങ്കിൽ കാർ എടുത്തിട്ട് പോകാം. കാറ് 1000, ബസ് 700 പറയണത്. ഞാൻ പറഞ്ഞ് 800 വരെ എത്തിക്കാൻ നോക്കിയിട്ട് അവർ സമ്മതിക്കണല്ല. ബാക്ക് സീറ്റൊക്കെയാണ് പറയണം. ഫ്രണ്ട് സീറ്റിനാണെങ്കിൽ നമ്മുടെ 900 രൂപയോളം പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡ് ബസ് കയറിയിട്ടൊന്ന് നോക്കാൻ തുടങ്ങി. സ്റ്റാൻഡിൽ പോയിട്ട് അവരോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് പറ്റിയ വലിയ പ്രൈസ് ഉണ്ടെങ്കിൽ കയറി പോകാമെന്നുള്ള പ്ലാനിലാണ്. അവരെന്നെ വിടണ പരിപാടി ഇല്ല.
നോക്കട്ടെ എന്ന് വിചാരിച്ചു പോണേ. നമ്മ അറിയാണ്ടാണെങ്കിൽ പോലും ആരുടെ മുഖത്തോട്ട് നോക്കി പോരത്തട്ടാ കച്ചവടക്കാരുടെ. അവരപ്പം തന്നെ വിളിക്കും. പിന്നെ നമ്മുടെ പുറകെ ഇങ്ങനെ ഓടും, ഒന്നും ചെയ്യാൻ പറ്റില്ല. എടുക്കണവരെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഇവിടെ ബസ് സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനി എത്രയാണെന്ന് ചോദിക്കാം. നമുക്ക് കാറ് പറഞ്ഞിട്ട് അത്ര ഇതാകത്ത, നമുക്ക് കാറിൽ പോണത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല കേട്ടോ. അത് കാരണം നമ്മൾ കാറ് പരമാവധി ഒഴിവാക്കി പറഞ്ഞിട്ട് സുഖം കാറാണ്. എന്തായാലും എന്ത് പറഞ്ഞാലും കാറാണ് അടിപൊളി. ചോദിച്ചു നോക്കട്ടെ, ഇതൊരു നല്ല പ്രൈസിന് കിട്ടണമെങ്കിൽ, പകുതിക്കെല്ലാം കിട്ടണമെങ്കിൽ ഇതിൽ കയറി പോവാം. ഇവിടെ നമുക്ക് പോകേണ്ട ബസ്സൊന്നും കാണില്ല കേട്ടോ. കുറേ നേരം തപ്പണ. ഇഷ്ടംപോലെ ബസ് കിടപ്പുണ്ട്, പക്ഷേ ശ്രീനഗറിലോട്ടുള്ള ബസ് ഇവിടെ കാണാനില്ല. ലാസ്റ്റ് അവന്മാരുടെ കാലം തന്നെ പോയി പിടിക്കേണ്ട കാര്യമെന്ന് തോന്നാണ്. ഇതിവിടുത്തെ ഗവൺമെൻറ് വണ്ടിയാണ്. ഗവൺമെൻറ് വണ്ടി പോലെ ഉണ്ട്, JNK RTC. ബസ് എടുത്ത് 600 രൂപ. ഞാൻ ബാർഗെയിൻ ചെയ്യാനൊന്നും നിന്നില്ല. പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞതിന് കൂടുതലാണെന്ന് വിചാരിച്ച് ഞാൻ 600 രൂപ ഇങ്ങോട്ട് എടുത്ത്. ഒന്ന് ബാർഗെയിൻ ചെയ്ത് ചിലപ്പോൾ 500 രൂപ കിട്ടിയാൽ. ഇതാണ് പറഞ്ഞ പൈസയിലും കുറവുണ്ട്. അപ്പം തന്നെ ചാടി. പിന്നെ ബസ് വലിയ കുഴപ്പമില്ലെന്ന് പറയാം. ഇഷ്ടംപോലെ ബസ് കുഴപ്പമില്ല. പുറത്തുനിന്ന് കാണാൻ വലിയ കുഴപ്പമില്ല. ഉള്ളിൽ ഒരുമാതിരി ചരിഞ്ഞ സീറ്റുണ്ട്, 2 സീറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ വീഴ്ത്തണത്. ഇത് 7 മണിക്ക് 2 മണിക്കൂർ ഇവിടെ ഇരിക്കണം ഈ വണ്ടി ചൂടത്ത്. 7 മണിക്ക് ഇത് പുറപ്പെടുള്ളൂ. നോക്കാം. സാധാരണ ഞാൻ ജനറൽ ട്രെയിൻ എടുത്തപ്പോൾ തന്നെ എനിക്ക് കിട്ടിയതാണ്. കുറേ വള്ളി വന്നിട്ടുണ്ട് നോക്കുന്നില്ല. ഇങ്ങനത്തെ ആൾക്കാരെക്കൂടിയൊക്കെ നമുക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നത്. എന്തായാലും വലിയ വള്ളി മേടിക്കാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കാം. എത്ര മണിക്കൂർ എടുക്കുമെന്ന് അറിയാൻ പാടില്ല. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ 250 സംതിങ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. 600 രൂപ ഇത്രയൊക്കെ ആവുമല്ലായിരിക്കുമല്ലേ. എപ്പോൾ എത്തുമെന്നൊന്നും ഒരു പെടുത്തൂല. നോക്കട്ടെ, അങ്ങനെ നോക്കാം. ഇപ്പം തന്നെ കിട്ടിയിട്ടാ. എൻ്റെ സീറ്റ് 5 പറയുന്നത് ഞങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ 2 പേര് വന്നിട്ടുണ്ട്. അതും പറഞ്ഞിട്ട് ഇയാളും കണ്ടക്ടറും എന്നോട് വന്നിട്ട് വെച്ചെടുക്കുന്നത്. എനിക്ക് എഴുതിത്തന്ന സീറ്റിലാണ് ഞാനിരിക്കുന്നത്. ഞാൻ ആ വണ്ടി കയറി പോന്നിട്ടാ. രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. വ്യൂ കണ്ടാ, മലയിൽ ഫുള്ള് LED ലൈറ്റ് ഇട്ട പോലെ കിഡില്ല വ്യൂ. തണുപ്പെന്ന് പറഞ്ഞ തലമറിയിട്ടാണ് തണുപ്പുണ്ട് ഇട്ടൂടാ. ഞാൻ അറിയാണ്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോയതാണ്. ഇതാണ് ബസ് വന്നത്. ഈ ഹോട്ടലിലാണ് ഇപ്പോൾ നിർത്തിയാണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇത്ര തണുപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ. വണ്ടിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വല്ലാത്ത പ്രശ്നമായിരുന്നു. എന്തൊക്കെ പ്രശ്നമെന്ന് പറയാം, മൊത്തം ഇടിയായിരുന്നു ഇന്ന് വണ്ടിയിൽ. പൈസയുടെ പ്രശ്നം പറഞ്ഞ് വേറെ കുറേ പ്രശ്നങ്ങളും എല്ലാം കൂടി വന്നിട്ട് ഭ്രാന്താവണമായിരുന്നു. ഞാൻ വല്ലതും കിട്ടുമോ നോക്കട്ടെ. ഫുഡ് കഴിക്കട്ടെ, അല്ലെങ്കിൽ പണിയാവും. രാവിലെ കഴിച്ചാണ്, ഇതുവരെയായിട്ടൊന്നും കഴിച്ചിട്ടില്ല. എന്തായാലും കൊള്ളാം.